ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരോടോ മുസ്ലിം ലീഗ് നേതാക്കന്മാരോടോ ഈ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ എന്റെ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നെ വീട് പണി ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ സഹായങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അത് ഒരു പാർട്ടിയോട് മാത്രമല്ല, BJPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, SDPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ CPIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ CPI നേതാവ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദിന് വരെ പരാതി നൽകിയിട്ടുണ്ട്. അല്ല, ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട് പലതവണ. നിങ്ങളുടെ മകന്റെ പേരിൽ വേറൊരു സ്ഥലം ഇവിടെ ഉണ്ടല്ലോ. അതിൽ അപേക്ഷയിൽ പറയുന്നത് ഈ അപേക്ഷിക്കുന്ന ആളുകൾക്ക് വേറൊരു സ്ഥലം ഉണ്ടാവരുത് എന്നാണ്. 2008 മുന്നേ ആയിരിക്കണം എന്ന് അതും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുള്ളത് 2017 എനിക്ക് ഭൂമിയായിട്ട് വന്നിട്ടുള്ളത്. ആ പൈസ കൊടുത്ത് വാങ്ങിയതിന്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാം. പൈസ കൊടുത്ത് വാങ്ങി, തീർത്തും സെന്റിന് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. അതിനുള്ള തെളിവ് എന്റെ കൈവശമുണ്ട്. അല്ല, അത് റോഡ് സൗകര്യമുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് അവിടെ ഈ പത്രമാധ്യമങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ബോധ്യമാവും അവിടുത്തെ സെന്റിന്റെ നിലവാരം. അല്ല, എനിക്ക് ഈ ഡാറ്റാ ബാങ്കിനെ കുറിച്ച് അറിയില്ല. ഇതിപ്പോ ഞാൻ 2 വർഷത്തോളമായി ഈ ഭൂമി തരംമാറ്റവുമായും പിന്നെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പോകുമ്പോഴാണ് എനിക്കൊരു അറിവുകൾ കിട്ടുന്നത്. അത് അല്ലല്ല, പണമായിട്ട് തന്നെ. ഞാനൊരു പച്ചക്കറി തെരുവിൽ കച്ചവടക്കാരനായിരുന്നു അന്നത്തെ സമയത്ത്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം അദ്ദേഹത്തിന് മാസം കണക്കൂട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. ഞാൻ 5 സെന്റാണ് വാങ്ങിയിട്ടുള്ളത്. 10 ലക്ഷം രൂപ. അതേ അത് ഭൂമിയുടെ വില നിലവാരം വെച്ചായിരിക്കും. നമുക്കിപ്പോ രജിസ്റ്റർ ഓഫീസിലെ കണക്കറിയില്ലല്ലോ. ഞാൻ കൊടുത്ത അതിനുള്ള ആധാരത്തിൽ 10 ലക്ഷം കാണിച്ചിട്ടുണ്ട്. അത് ആധാരം ഞാൻ എടുത്തിട്ടില്ല. ആധാരത്തിന്റെ വാല്യൂ അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സെന്റിന് ഞാൻ കൊടുത്ത വാല്യൂ അവിടെ 2-ൽ-അപ്പുറം വിലയുണ്ട്. അവിടെ 4 വാങ്ങിയവരുണ്ട്, പിന്നെ 3 വാങ്ങിയവരുണ്ട്, 2.25 വാങ്ങുന്നവരുണ്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് 2 ഉണ്ട്. ഇത് എന്റെ ഒരു വെല്ലിമ്മാന്റെ പേരിലുള്ള സ്ഥലമായിരുന്നു. ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിയിട്ട്. എനിക്ക് ജന്മതീരം എന്നാണ് എഴുതി തന്നിട്ടുള്ളത്. അല്ലല്ല, അവിടെ തൊട്ടപ്പുറത്തൊക്കെ വീട് വെക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തൊക്കെ എന്റെ ഈ പ്രോപ്പർട്ടിയുടെ മുന്നിൽ തന്നെ ഒരു വീട് വെക്കുന്നുണ്ട്. ഇപ്പോ അവിടെ ഒരു CPM പ്രവർത്തകനായ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആയി മത്സരിച്ച ഒരു വ്യക്തിക്ക് അവിടെ വീട് പണി നടക്കുന്നുണ്ട്. എന്റെ വീട് കഴിഞ്ഞിട്ട് ഒരു 1/2 കിലോമീറ്റർ കുറച്ചപ്പുറത്ത് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ സമീപം അതേ ഈ ലെവലിലുള്ള പാടം, ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പാടം, അവർക്കും കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരോടോ മുസ്ലിം ലീഗ് നേതാക്കന്മാരോടോ ഈ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ എന്റെ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നെ വീട് പണി ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ സഹായങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അത് ഒരു പാർട്ടിയോട് മാത്രമല്ല, BJPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, SDPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ CPIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ CPI നേതാവ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദിന് വരെ പരാതി നൽകിയിട്ടുണ്ട്. അവിടെ എന്നെ മാത്രമാണ് പ്രയാസപ്പെടുത്തുന്നത്. മറ്റുള്ള വീട് പണികളൊക്കെ ഒരു പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് അവരോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നോടൊരു വൈരാഗ്യം ഇല്ല എന്നാണ് അവൻ പറയുന്നത്. ഈ പറയുന്ന ആള്, എന്നെ പ്രയാസപ്പെടുത്തുന്ന ആള് പറഞ്ഞ എന്നോടൊരു വൈരാഗ്യമില്ല. പക്ഷെ എന്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് എന്തോ മുൻകാലങ്ങളിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, എന്നോട് CPMന്റെ ആളുകൾ പൈസ ചോദിച്ചിട്ടില്ല. നമ്മൾ ഉള്ളതുപോലെ പറയണം. പക്ഷെ അവൻ പല ആളുകളടുത്തുനിന്ന് പൈസ ആവശ്യപ്പെട്ടതായ പരാതികൾ, ഈ സുബൈർ പല ആളുകളടുത്തുനിന്ന് പൈസ ആവശ്യപ്പെട്ടതായിട്ടുള്ള, അല്ല, എന്റെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പച്ചക്ക് മലയാളത്തിൽ ഇതുപോലെ മീഡിയകൾക്ക് മുന്നിൽ വന്ന് പറയും. ഞാൻ എന്റെ വെല്ലിമാട, അതിന്റെ തെളിവിന്റെ അടുത്തുണ്ട്, ഞാൻ കൊണ്ടുവരാം. വേറൊരു കാര്യം കൂടി, ഈ തറ പൊളിച്ചത്
സുബൈർ തറ പൊളിച്ചു എന്ന് പറഞ്ഞു. ആ ആ അവരെ നിഷേധിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ പൊളിച്ചു എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പറയും. സത്യത്തില് ഇതിന്റെ മുന്നേ ഇപ്പോൾ മൂന്നാമത്തെ ഒരു തവണയാണ് ഞാൻ ഈ പ്രതിസന്ധി നേരിടുന്നത്. ഞാൻ ഈ പ്രതിസന്ധി നേരിടുന്നത് മൂന്നാമത്തെ തവണയാണ്. ആദ്യം ഞാൻ ഫൗണ്ടേഷന് വേണ്ടി കള കീറി, അതും ഈ സുബൈറും സൽമാനും പിന്നെ മറ്റു ആളുകളും കൂടിയിട്ട്, അവരൊക്കെ CPM-ന്റെ ആളുകളാണ്. അവിടെ ഈ ചർച്ച ചെയ്യുന്നത് നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ. അന്ന് പിറ്റേ ദിവസം ഈ തറ തൂർത്തിട്ടുണ്ട്. എന്നിട്ടും അത് ഇത്ര മീഡിയകൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ടില്ല. അത് ഒന്ന് രണ്ട് പത്രമാധ്യമങ്ങളിൽ മാത്രമേ ഒതുങ്ങി നിന്നിട്ടുള്ളൂ. അതായത് അവരാണ് തറ പൊളിച്ചത്. അത് ഈ രണ്ട് കൃത്യം ചെയ്തതും അവരാണ്, അതിലൊരു ഒരു സംശയവുമില്ല. അതൊരു ആരോപണമാണോ? അതിൽ അല്ലല്ല, ആരോപണം ഉന്നയിക്കാൻ അതിന് മെനക്കെട്ട് ഇറങ്ങിയ ആളല്ല. ഞാൻ എൻ്റെ ഒരു വീട് പണി നടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയ ആളാണ്. എനിക്ക് ആരോപണം മറ്റൊരാളുടെ പേരിൽ ഉന്നയിച്ചിട്ട് ഒരു കാര്യമില്ല.